ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു മുട്ടക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് അതിട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് പുഴുങ്ങി വെച്ച 3 മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഈ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാൻ ഇടവരരുത്. മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ആ പാനൊന്ന് വൃത്തിയാക്കി അതിലേക്ക് വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് നമ്മൾ ഒരു 4 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ സവാള വഴലാൻ ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ആ ഉപ്പിട്ടതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വഴലാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആവിയിലിരിക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഞാനിവിടെ ഒരു എരിയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താനും വിട്ടുപോകരുത്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഉള്ളി വഴലും തോറും നമുക്ക് മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളിത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇളക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വഴന്ന് കിട്ടും. ഒരുപാടൊന്നും ഇളക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ തക്കാളി വഴന്ന് വരുമ്പം നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികൾ ഒന്ന് വഴന്ന് അതിൻ്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നിടം വരെ ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരല്പം ഗരം മസാലയും കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ വീതം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ എരിയൊക്കെ ഒന്ന് ഉപ്പും എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ ബൈ.